Good evening, students. British literature, early 20th century. The topic is modernism in poetry. In the first chapter, you learned about what is modernism. Modernism started in last of the 19th century and it impacted 20th century arts and literature. Culturally, modernism turned out to be very creative, and modernist poetry is known for its innovative use of language. So here, we know what is modernism that you learned in your first chapter. The modernism 19th century in the last 19th century ലാസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ ആ ഒരു ഇമ്പാക്ട് 20th century ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിലും അതിന്റെ ഒരു മോഡേണിസത്തിന്റെയും പോസ്റ്റ് മോഡേണിസത്തിന്റെയും ഇമ്പാക്ട് ഇന്നും നമുക്കത് കാണാനായിട്ട് പറ്റും. എല്ലാ ഫീൽഡിലും കാണാനായിട്ട് പറ്റും. ആർട്സ്, ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ എക്സെട്ര. ഇപ്പോ സോഷ്യൽ കൾച്ചറിലേക്ക് ഇറങ്ങുമ്പോൾ കൾച്ചറലി മോഡേണിസം ടേൺ ഔട്ട് ടു ബി വെരി ക്രിയേറ്റീവ് വൺ. അപ്പൊ ഇവിടെ കൾച്ചർ ആയിട്ട് വരുമ്പോ സോഷ്യലി കൾച്ചറലി നമുക്ക് അതിന്റെ ഒരു ചേഞ്ച്, മോഡേണിസത്തിന്റെ ഇമ്പാക്റ്റോട് കൂടിയുള്ള ഒരു ചേഞ്ച് നമുക്ക് എല്ലായിടത്തും അതിന്റെ ഇൻഫ്ലുവൻസ് കാണാം എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഈ വാട്ട് ഈസ് മോഡേണിസ്റ്റ് പോയട്രി എന്നാണ് ഇവിടെ, അല്ലെങ്കിൽ എങ്ങനെയാണ് പോയട്രിയിൽ ആ മോഡേണിസം വന്നിരിക്കുന്നത് എന്നുള്ള ഡിസ്കഷനാണ് ഇതിൽ ഈ ഒരു മൊഡ്യൂളിൽ പറയുന്നത്. Modernist poetry is known for its innovative use of language. So the language used in poetry is very important one. And here ഇവിടെ പറയുന്നത് മോഡേണിസ്റ്റ് പോയട്രി. എന്താണ് മോഡേണിസ്റ്റ് പോയട്രി എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ ഉപയോഗിക്കുന്ന ഇന്നോവേറ്റീവ് ആയ ലാംഗ്വേജ് ആണ്. നമുക്കറിയാം പോയട്രിയിൽ എങ്ങനെയാണ് ലാംഗ്വേജ് വരുന്നത് എന്നുള്ളത് അറിയാം. അതായത് നമ്മൾ പ്രോസിനെ അപേക്ഷിച്ച് ലിറ്ററേച്ചറിനെ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രോസിന്റെ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് അല്ല എന്തിന് വരുന്നത്, പോയട്രിക്ക് വരുന്നത്. അപ്പൊ അതിൽ ഒരു ഇന്നോവേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് മോഡേണിസ്റ്റ് പീരീഡിൽ നമുക്ക് അല്ലെങ്കിൽ ആ മോഡേണിസം വന്നതിന് ശേഷമുള്ള ലാംഗ്വേജും അതിന് മുന്നുള്ള ലാംഗ്വേജും തമ്മിൽ വളരെയധികം വ്യത്യസ്തമുണ്ട്. കുറെ അധികം മാറ്റങ്ങൾ അതിനകത്ത് കാണാനായിട്ട് പറ്റും. ഇറ്റ് ഓൾസോ ബ്രേക്സ് വിത്ത് ദി പോയറ്റിക് ട്രഡീഷൻ ടു എസ്റ്റാബ്ലിഷ് ന്യൂ റിതം ആൻഡ് ഇഡിയംസ്. അതായത് പോയറ്റിക് ട്രഡീഷനെ എല്ലാ രീതിയിലും ബ്രേക്ക് ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ ഹിസ്റ്ററിക്ക് ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു ഇത്രയും കാലത്തിൽ, അതായത് മോഡേണിസത്തിന് മുന്നേയുള്ള കാലഘട്ടത്തിൽ വിക്ടോറിയൻ പീരീഡിലൊക്കെ എങ്ങനെയാണ് ഈ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, എസ്പെഷ്യലി ഇൻ പോയട്രിയിൽ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ഓൾറെഡി നമുക്ക് കാണാം. എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, അത് എത്രത്തോളം മാറ്റങ്ങൾ ഈ മോഡേണിസത്തിലേക്ക് വരുമ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് ഇതിൽ പറയുന്നുണ്ട്. ഇറ്റ് ഓൾസോ ബ്രേക്സ് വിത്ത് ദി പോയറ്റിക് ട്രഡീഷൻ. ആ ഒരു പോയറ്റിക് ട്രഡീഷനെ, അതുവരെ ഫോളോ ചെയ്തു വന്നിരുന്ന ആ ഒരു പോയറ്റിക് ട്രഡീഷനെ ഇവിടെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു പുതിയ റിതം, ഇഡിയംസും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ലാംഗ്വേജും അതിന്റെ ഒരു സ്റ്റൈലും ആണ് നമുക്ക് ഈ മോഡേണിസത്തിൽ ഇവിടെ കാണാനായിട്ട് പറ്റും. അതായത് മോഡേണിസം നമുക്ക് പോയട്രി എടുത്ത് നോക്കുമ്പോൾ ആ പോയട്രിക് ലാംഗ്വേജിലുള്ള മാറ്റങ്ങളാണ് അവിടെ കാണാനായിട്ട് പറ്റുക. Modernist poets often rejected the traditional poetic meter in favor of free verse, which is poetry without rhyme and meter. So in modernism, we know that there are so many poets who also rejected the traditional poetic style of writing. അപ്പൊ ആ ഒരു പോയറ്റിക് സ്റ്റൈലിനെ മാറ്റം വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ റിജക്ട് ചെയ്തിട്ടുള്ള പുതിയ എഴുത്തുകാരാണ്, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള എഴുത്തിലൂടെയാണ് മോഡേണിസ്റ്റ് പോയറ്റ്സ് കടന്നു വന്നിരുന്നത്. അതായത് ആ പോയറ്റിക് മീറ്ററൊക്കെ, റൈമും മീറ്ററൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിരുന്ന ഒരു ഹിസ്റ്ററി ആയിരുന്നു എന്തിലുണ്ടായിരുന്നത്, പോയട്രിയിൽ അതുവരെ നിലനിന്നിരുന്നത്. അപ്പൊ അതിൽ നിന്നുള്ള വലിയൊരു മാറ്റം, ഒരു ചേഞ്ച് നമുക്ക് ആ ഒരു എന്തിൽ കാണാൻ പറ്റും, ലാംഗ്വേജിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു ഇന്നോവേറ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നതാണ്. അതായത് റൈമും മീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ പോയട്രി എഴുതാം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്കാണ് മോഡേണിസ്റ്റ് പോയറ്റ്സ് വന്നത്. We also have war poets belonging to First World War period. A central theme was anti-war position. അപ്പൊ നമുക്ക് ഓൾറെഡി ഒരുപാട് വാർ പോയറ്റ്സ്
ഓൾറെഡി ഉണ്ട്. അപ്പൊ അവര് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വാർ പോയിറ്റ്സ് ആണ്. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ആ ഒരു എത്രത്തോളം ഡിസാസ്റ്റേഴ്സ് സൊസൈറ്റിയിൽ വന്നു അതിനെ കുറിച്ചിട്ട് എഴുതിയുള്ള ഒരുപാട്, അതായത് ആ ഒരു ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു പുതിയൊരു ചേഞ്ച് വരണം. അത്രയും ഡിപ്രസ്ഡ് ആയുള്ള ആളുകൾക്ക് ഒരു പുതിയ രീതിയിലുള്ള ഒരു ഉത്തേജനം, ജീവിക്കാനുള്ള ഒരു ഉത്തേജനം കൊടുക്കുന്ന രീതിയിൽ ഉള്ള എഴുത്തുകൾ ആ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയുള്ള ആ ഒരു അവരുടെ മൈൻഡ് എന്താണ് എന്നുള്ളത് വരച്ചു കാണിക്കുന്ന ഒരുപാട് വാർ പോയിറ്റ്സുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ സെൻട്രൽ തീം എന്ന് പറയുന്നത് പുതിയ തലമുറയിലുള്ള എഴുത്തുകാർക്ക്, അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ സമൂഹത്തിലുള്ള യങ്സ്റ്റേഴ്സിന് ആ വാറിന്റെ അതിലെ ഒരു ആന്റി വാർ പൊസിഷൻ എടുക്കാനും ആ വാറിനെതിരെ തിരിയാനും, അതുപോലെ തന്നെ വേറൊരു നല്ല രീതിയിലുള്ള പുതിയ രീതിയിലുള്ള ഒരു ജീവിതത്തോടുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നതിനും വേണ്ടിയുള്ള എഴുത്തുകളായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. വാർ പോയട്രി ക്യാപ്ചേർഡ് തീംസ് ആൻഡ് ക്രിയേറ്റ് എ ന്യൂ ലാംഗ്വേജ് ഫോർ ദി ന്യൂ ജനറേഷൻ ടു നോ വാർ ഹിസ്റ്ററി. അപ്പൊ ഇവിടെ വാർ പോയട്രി എന്ന് പറയുമ്പോൾ നമുക്ക് അത് കുറെ അധികം വലിയ ഇന്നോവേഷൻസ് നമ്മുടെ പോയട്രിയിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വാർ പോയട്രിയുടെ തീംസും അങ്ങനെ തന്നെയായിരുന്നു. ഒരു പുതിയ ലാംഗ്വേജ് ആർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാണ്, അവിടെ പുതിയ ജനറേഷന് വേണ്ടിയിട്ടും ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു ലാംഗ്വേജിലൂടെ തന്നെ, ആ ഒരു മാറ്റത്തിലൂടെ തന്നെ വാർ ഹിസ്റ്ററിയെ കുറിച്ചിട്ട് അറിയുകയും ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു ഇവിടെ അതായത് പോയിറ്റ്സിന് ഉണ്ടായിരുന്നു, വാർ പോയിറ്റ്സിന് ഉണ്ടായിരുന്നത്. ദി നോട്ടബിൾ റൈറ്റർ ആ ഒരു കാലഘട്ടത്തിലുള്ള റൈറ്റേഴ്സ് ആണ് W.H. Auden, വിൽഫ്രഡ് ഓവൻ, ഇസാക് റോസൻബർഗ്, ഹെർബർട്ട് റീഡ് എക്സെട്ര. ഇനി ബ്രിട്ടീഷ് റൈറ്റേഴ്സ്, വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയ ബ്രിട്ടീഷ് റൈറ്റേഴ്സ്, യൂറോപ്പിലെ ബ്രിട്ടീഷ് റൈറ്റേഴ്സ് ആയിരുന്നു തോമസ് മാൻ, റെയ്നർ മരിയ റിൽക്ക്, എസ്ര പൗണ്ട്, ജെയിംസ് ജോയ്സി, വിർജീനിയ വൂൾഫ്, D.H. ലോറൻസ്, T.S. Eliot, etc. And the author's experience at the time of literary creation is important. So at the time of creating an art form, the creation of the author or the experience of the author is very important one. The literary creationന്റെ സമയത്ത് ആ ഒരു എക്സ്പീരിയൻസിലൂടെ ആയിരുന്നു അവരുടെ ആ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇന്നോവേഷൻ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദി എക്സ്പ്രഷനിസം ഇൻ ലിറ്ററേച്ചർ കൺവേസ് ഇമോഷൻ റാദർ ദാൻ മീനിങ്. അതേപോലെ തന്നെ ലിറ്ററേച്ചറിലുള്ള എക്സ്പ്രഷനിസം എന്ന് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഓൾസോ കൺവേസ് ഇമോഷൻ. ദേ ഗിവ് ഇമ്പോർട്ടൻസ് ടു ഇമോഷൻ റാദർ ദാൻ മീനിങ്ങിനല്ല ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത്, അതിനേക്കാൾ കൂടുതലായിട്ട് ഇമോഷൻസിനെ എടുത്തു കാണിക്കുന്ന എഴുത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഇമോഷൻസിനെ എടുത്തു കാണിക്കും ആളുകളുടെ ഉള്ളിലേക്ക്, അതായത് മൈൻഡിലേക്ക് പിന്നെ കാണിക്കുന്ന, മൈൻഡിനെ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഫീലിങ്സ്. ആ ഒരു എക്സ്പ്രഷനിസം എന്ന് പറയുന്നത് തന്നെ ഇമോഷൻസിനെ എടുത്ത് കാണിക്കുക, ഇമോഷൻസിനെ കൺവേ ചെയ്യുന്ന രീതിയിലുള്ള ലിറ്ററേച്ചർ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മീനിങ്ങിനേക്കാൾ കൂടുതലായിട്ട് ഇമോഷൻസിനെ കൺവേ ചെയ്യുക എന്നുള്ളതായിരുന്നു ലിറ്ററേച്ചറിലെ എക്സ്പ്രഷനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേണിസം വിത്ത് റെഫറൻസ് ടു മോഡേൺ പോയട്രി. മോഡേണിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളത് ആണ് ഇവിടെ പറയുന്നത്. മോഡേണിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മോഡേൺ പോയട്രിയിൽ എങ്ങനെയാണ് അതിന് വരുന്നത് എന്നുള്ളത്. Modernism built on catchy slogan, make it new, coined by Ezra Pound, American poet and critic. ഇവിടെ മോഡേണിസം ഒരു കാച്ചി സ്ലോഗൻ കൊടുത്തിട്ടുണ്ട്, മേക്ക് ഇറ്റ് ന്യൂ. മേക്ക് ഇറ്റ് ന്യൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് തന്നെ ആ ഒരു മീനിങ് ഇൻക്ലൂഡഡ് ആണ് അല്ലെ. അതായത് നമുക്ക് മോഡേണിസം എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡ് തന്നെ ഇറ്റ് ഈസ് ന്യൂ എന്നുള്ള ഒരു അർത്ഥം. അപ്പൊ ഈ മേക്ക് ഇറ്റ് ന്യൂ എന്നുള്ള സ്ലോഗൻ ഇറ്റ് ഈസ് വാസ് കോയിൻഡ് ബൈ എസ്ര പൗണ്ട്, അമേരിക്കൻ പോയറ്റും ക്രിട്ടിക്കും ആയ എസ്ര പൗണ്ട് ആണ് ആ ഒരു കാച്ചി സ്ലോഗൻ കൊണ്ടുവന്നിട്ടുള്ളത്. He argued in favor of gathering the odds and ends of the past tradition and repurpose them for modern times. ഇപ്പൊ ഇവിടെ Ezra Pound, he argued that in favor of gathering the odds and ends of the past tradition and repurpose them for modern times. മോഡേൺ ടൈംസിന് വേണ്ടിയിട്ട്, അതായത് പുതിയ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഹിസ്റ്റോറിക്കൽ ട്രഡീഷനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫേവർ ചെയ്തൊരു വ്യക്തിയായിരുന്നു
Ezra Pound. There has been a continuity of modernism in its original sense of being anti-tradition and anti-realism, both taken a distinct direction both in style and content. മോഡേണിസത്തിന്റെ ഒരു കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഒറിജിനൽ സെൻസ് പറയുമ്പോൾ ആന്റി ട്രഡീഷൻ ആന്റി റിയലിസം എന്ന് പറയും. അപ്പൊ ഇതില് ആന്റി ട്രഡീഷൻ ആന്റി റിയലിസ്റ്റിക് ആണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് ഇപ്പൊ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ആ ഹിസ്റ്ററിയുടെ ഒരു കണ്ടിന്യൂറ്റി ഇപ്പൊ വിക്ടോറിയൻ പീരീഡിന്റെ ഒരു കണ്ടിന്യൂറ്റി തന്നെ ആയിട്ടാണ് എന്ത് വരുന്നത്, മോഡേണിസം വരുന്നത്. പക്ഷേ എങ്കിലും എന്താണ് അതിന്റെ സ്റ്റൈലിലും വ്യൂസിലും ഒക്കെ എന്ത് വരുന്നുണ്ട്, വലിയ രീതിയിലുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. അതായത് അതിന്റെ എഴുത്തിലുള്ള സ്റ്റൈലും അതുപോലെ തന്നെ അതിന്റെ കോണ്ടന്റിലും ഒക്കെയുള്ള ഡിസ്റ്റിങ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഫ്രാങ്ക് കെർമോഡ് സ്പീക്ക് ഓഫ് ദി ടു ഫേസസ് ഓഫ് മോഡേണിസം. ഈ രണ്ട് രീതിയിലുള്ള മോഡേണിസത്തിന്റെ രണ്ട് ഫേസസ് പറയുന്നുണ്ട്, രണ്ട് ഘട്ടങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പാലിയോ മോഡേണിസം ആൻഡ് നിയോ മോഡേണിസം ആണ്. ആ നിയോ മോഡേണിസം മീൻസ് ദി പോസ്റ്റ് മോഡേണിസം. മോഡേണിസത്തിന് ശേഷമുള്ള ഒരു ഘട്ടത്തെയാണ് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. ദോസ് ഹു റോട്ട് ടിൽ 1930 പാലിയോ മോഡേണിസം. അതിന്റെ ആ ഒരു പാലിയോ മോഡേണിസത്തിന്റെ പീരീഡ് എന്ന് പറയുന്നത് 1930 ആണ്. ആ ഒരു കാലഘട്ടത്തിൽ ടി.എസ്. എലിയറ്റ്, ജെയിംസ് ജോയ്സ്, എസ്രാ പൗണ്ട്, ഡി.എച്ച്. ലോറൻസ്, W.B. തുടങ്ങിയവരൊക്കെയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എഴുത്തുകാര്. അതിന്റെ 1946 ശേഷം എഴുതിയിട്ടുള്ള ഇവരാണ് നിയോ മോഡേണിസത്തിൽ വരുന്ന എഴുത്തുകാരായിട്ട് വരുന്നത്. ജെർട്രൂഡ് സ്റ്റെയിൻ, വില്യം കാർലോസ്, മരിയൻ മൂർ, വിർജീനിയ വൂൾഫ് അലിസ്, സ്റ്റീവൻ എക്സെട്ര. And the distinction between Paleomodernism and Neo-modernism. So, എന്താണ് Paleomodernism? So they also seek quality and perfection always, and they wrote enormous poems and books sprinkled with Greek and Latin quotes with footnotes or explanatory text, without which they couldn't be read, and likely to be Christian or fascist, and rejected the autonomy and human dignity of individual. So here in Paleomodernism, the writers give importance to quality and perfection in an art form or in their work. അപ്പൊ അവരുടെ വർക്കിൽ ഏറ്റവും കൂടുതലായിട്ട് ക്വാളിറ്റിയും പെർഫെക്ഷനും ആഗ്രഹിക്കുകയും അത് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലുള്ളതായിരുന്നു പാലിയോ മോഡേണിസം എന്ന് പറയുന്നത്. പാലിയോ മോഡേണിസം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ട്രഡീഷണൽ രീതിയിലുള്ള മോഡേണിസത്തിലും കുറച്ച് മുന്നായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ദേ റോട്ട് ഇനോർമസ് പോയംസ് ആൻഡ് ബുക്സ്. അപ്പൊ ഇവിടെ ലാറ്റിൻ, ഗ്രീക്ക് കോട്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരുപാട് ബുക്കുകളായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പാലിയോ മോഡേണിസത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഫുട് നോട്ട്സും എക്സ്പ്ലനേറ്ററി ടെക്സ്റ്റും ഒക്കെ വെച്ചിട്ടുള്ള എഴുത്തായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പോംസ് ആണെങ്കിൽ എല്ലാം വളരെ എന്താ പറയാ ഒരു കൃത്യമായിട്ടുള്ള രീതിയിലൂടെയാണ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ലൈക്ലി ടു ബി ക്രിസ്ത്യൻ ഓർ ഫാസിസ്റ്റ് ആൻഡ് റിജക്റ്റഡ് ദി ഓട്ടോണമി ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ. പലപ്പോഴും ഹ്യൂമൻ ഡിഗ്നിറ്റിയെ റിജക്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഓട്ടോണമി റിജക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റിയെ റിജക്ട് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു പാലിയോ മോഡേണിസത്തിൽ ഉണ്ടായിരുന്നത്. വേർഡ്സ് ആർ ടു ബി അണ്ടർസ്റ്റുഡ് ഇൻ ദി കോണ്ടെക്സ്റ്റ് വേർ ദേ വർ യൂസ്ഡ്. അപ്പൊ അത് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് they give importance to the context, in which context the words are used എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത്. അതായത് അവര് കോണ്ടെക്സ്റ്റിനാണ് ഇമ്പോർട്ടന്റ്. അതായത് ഏത് സാഹചര്യത്തിൽ എഴുതിയ ആ സാഹചര്യത്തിലെ അതിന്റെ ഒരു അർത്ഥം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോണ്ടെക്സ്റ്റിന് വേർഡ്സ് എപ്പോഴും റിലേറ്റഡ്, the words were always related to the context. ആ ഒരു കോണ്ടെക്സ്റ്റിനോട് റിലേറ്റഡ് ആയിട്ടായിരുന്നു വേർഡ്സ് നിലനിന്നിരുന്നത്. And this Paleomodernism was very closer to structuralism. അതായത് സ്ട്രക്ചറലിസത്തോട് വളരെ ക്ലോസർ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് മീൻസ് വാട്ട് തിങ്സ് മീൻസ് ആൻഡ് ഹൗ ദേ മീൻ. അതായത് നമുക്ക് സ്ട്രക്ചറലിസം ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സ്ട്രക്ചറലിസം എന്നുള്ളത്. അപ്പോൾ ഫെർണാണ്ടോ സൊസൈറിന്റെ സ്ട്രക്ചറലിസത്തില് വേർഡും പിന്നെ ആ ഒരു സ്ട്രക്ചറിന് ഇമ്പോർട്ടൻസ്, ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്, മീനിങ് എന്ന് പറയുന്നത് ഒരു ഐഡിയയും അതിന്റെ ആ ഒരു കോണ്ടന്റും വേർഡും അല്ലെങ്കിൽ എന്താണ് ഐഡിയയും തമ്മിലുള്ള ആ ഒരു ലിങ്ക്, ഒരു എന്താ പറയാ
ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ട്രക്ചറലിസത്തിലേക്ക് കൂടുതലായിട്ട് കിടക്കുന്നില്ല, പക്ഷെ ആ ഒരു ട്രഡീഷനുമായി വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒന്നായിരുന്നു പാലിയോ മോഡേണിസം. ഇനി നെക്സ്റ്റ് വൺ നിയോ മോഡേണിസം. എന്താണിത് നിയോ മോഡേണിസത്തിൽ? പാലിയോ മോഡേണിസവും നിയോ മോഡേണിസവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇത് പറയുന്നത്. നിയോ മോഡേണിസത്തിൽ എന്താ പറയുന്നത്? ദേ ക്രിട്ടിസൈസ് ദി ക്വാളിറ്റി ആൻഡ് പെർഫെക്ഷൻ. So we know that in Paleo-modernism there is not quality and perfection, but here in Neo-modernism the writers criticize the quality and perfection as elitist and undemocratic. All values should be valued equally. ഇവിടെ പെർഫെക്ഷനും ക്വാളിറ്റിയും എപ്പോഴും ഒരുപോലെ ആവണം, അല്ലെങ്കിൽ അത് ഏറ്റവും എലിറ്റിസ്റ്റ് ആണ്, അല്ലെങ്കിൽ അത്രയും മഹത്വവൽക്കരിക്കപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിനെ ഇവർ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു അൺഡെമോക്രാറ്റിക് ആയുള്ള കാഴ്ചപ്പാടായിട്ടാണ് അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എല്ലാ വാല്യൂസും ഈക്വലി വാല്യൂ ചെയ്യണം എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ദേ റോട്ട് ഷോർട്ട് പോയിംസ്. അവർ ഒരുപാട് ഷോർട്ട് പോയിംസ് എഴുതുന്ന ഒരു കൂട്ടരായിരുന്നു. ഫിലോസഫിക്കലി കമ്മിറ്റഡ് ടു ഇൻഡിവിജ്വൽ ആൻഡ് കൾച്ചറൽ റിലേറ്റീവ്സും. അതേപോലെ തന്നെ എന്താണ്, ഇൻഡിവിജ്വലിനോടാണ്, വ്യക്തികളോടാണ് അവർ ഏറ്റവും കൂടുതലായിട്ട് എന്താ പറയാ, philosophically committed to individual and cultural relatives, theory that beliefs, customs and morality exist in relation to the particular culture. ഇവിടെ നമ്മുടെ വിശ്വാസങ്ങളും കസ്റ്റംസും മൊറാലിറ്റിയും ഒക്കെ എന്താണ് ഒരു പെർട്ടിക്കുലർ കൾച്ചറിനെ ബേസ് ചെയ്തിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. അവിടെ നിന്നാണ് നമുക്ക് എല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്നും അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒന്നുമില്ല എന്നുള്ള ഒരു തത്വം, ഒരു ഫിലോസഫി ആയിരുന്നു പിന്നെ ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. കോണ്ടെക്സ്റ്റ് ആർ യൂസ്ഡ് ഇൻ റിയലിസ്റ്റിക് സെൻസ്. അതേപോലെ തന്നെ എന്താണ്, ഓരോ കോണ്ടെക്സ്റ്റും ഏത് രീതിയിലാണ് അത് വളരെ റിയലിസ്റ്റിക് ആയുള്ള സെൻസിലാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് ഒരു എന്ത് എഴുതുകയാണെങ്കിലും അതിനകത്ത് എങ്ങനെയാണ് അത് റിയലിസ്റ്റിക് ആയിട്ട് വരുന്നത് എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ക്ലോസർ ടു ദി ന്യൂ മോഡേണിസം ഇസ് ക്ലോസർ ടു ഡീകൺസ്ട്രക്ഷൻ. മീനിങ് cannot be decoded. റിലേഷൻ ബിറ്റ്വീൻ ടെക്സ്റ്റ് ആൻഡ് മീനിങ്. ഇവിടെ ഡീകൺസ്ട്രക്ഷൻ, ഇത് പാലിയോ മോഡേണിസത്തിൽ ഇറ്റ് വാസ് ക്ലോസർ ടു സ്ട്രക്ചറലിസം. സ്ട്രക്ചറലിസത്തെ ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് ഡീകൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പൊ ദരിദ്രയുടെ ഡീകൺസ്ട്രക്ഷനോട് ക്ലോസർ ആയിട്ടാണ് ന്യൂ മോഡേണിസം വന്നത്. അതായത് മീനിങ് എന്ന് പറയുന്നത് മാറ്റിവെക്കപ്പെടുന്ന ഒന്നാണ്. ദർ ഇസ് നോ അൾട്ടിമേറ്റ് മീനിങ് ഇൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ദെറിദ. അപ്പൊ ആ ഒരു ദെറിദയുടെ ആ ഒരു കോൺസെപ്റ്റിനോട് വളരെയധികം ക്ലോസർ ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു നിയോ മോഡേണിസത്തിൽ ഉണ്ടായിരുന്നത്. അതായത് ദർ ഇസ് നോ അൾട്ടിമേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെക്സ്റ്റ് ആൻഡ് മീനിങ് എന്നാണ് ഡീകൺസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. Then in modernism there is a constant attempt at experimentation in arts and literature. Black verse, anti-representation in arts, fragmentation and the stream of consciousness in novel were the outcome of modernism. അപ്പൊ മോഡേണിസത്തില് ഒരു there is a constant attempt at experimentation. ആർട്സിലും ലിറ്ററേച്ചറിലും ഒരുപാട് എക്സ്പെരിമെന്റേഷൻ കൊണ്ടുവന്നിരുന്ന കാലഘട്ടമായിരുന്നു. അതേപോലെ തന്നെ എന്താണ്, വളരെ ബ്ലാങ്ക് വേർഡ്സിലൊക്കെയാണ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രാഗ്മെന്റേഷനും സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സും, നോവലിലൊക്കെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് വെച്ചാൽ ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിലും സെക്കൻഡ് പേഴ്സൺ നരേറ്റീവിലും ഒക്കെ എഴുതുക. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഐ എന്നുള്ള ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിൽ എഴുതുമ്പോൾ നമ്മുടെ ഫീലിങ്സിലൂടെ നമ്മൾ എഴുതുകയാണ്. അതൊരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ലെവലിലാണ്. അപ്പൊ നമുക്ക് അവരുടെ ആ ഇമോഷൻസിലൂടെ കടന്നു പോകാൻ പറ്റും. അതേ രീതിയിലുള്ള ഒരു എഴുത്തായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഫ്രാഗ്മെന്റേഷൻ, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സിലും ഒക്കെ ഒരു ബ്ലാങ്ക് വേർഡ്സ് മോഡൽ, അതായത് പ്രത്യേകിച്ച് റിതമോ പിന്നെ മീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു എഴുത്തായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ ന്യൂ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി റീഡർ ആൻഡ് ദി റൈറ്റർ. അപ്പോൾ ഒരു റീഡറും റൈറ്ററും തമ്മിലുള്ള ഒരു പുതിയ റിലേഷൻഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ഇതിലൂടെയൊക്കെ ചെയ്തു വരുന്നത്. 19th century Victorian novel focused on moral or ethical values, taboo on writing about the sexual relationships. അപ്പോൾ നമുക്കറിയാം, അതായത് ഹിസ്റ്റോറിക്കലി നമുക്ക് ആ ഒരു ട്രഡീഷനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലിറ്ററേച്ചറിന്റെ ട്രഡീഷനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്ടോറിയൻ നോവലിലൊക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് എത്തിക്കൽ വാല്യൂസ്, മോറൽ എത്തിക്കൽ വാല്യൂസിനാണ്. അവിടെ there existed a taboo on writing about the sexual relationship. അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊന്നും പിന്നെ വളരെ എക്സ്പ്രസീവ് ആയിട്ട് പറയാൻ എന്തൊക്കെ ഉണ്ടായിരുന്നു, വിലക്കുകൾ ഏർപ്പെടുത്തപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. എല്ലാം എക്സ്പ്രസീവ് ആയിട്ട് പറയാനോ സംസാരിക്കാനോ പാടാത്ത ഒരു
അത്തരം ഒരു പറയാതെ പറഞ്ഞ എന്താ പറയാ ഒരു മോറൽ എത്തിക്കൽ വാല്യൂസ് കൊണ്ടുവന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു വിക്ടോറിയൻ കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഘട്ടമായിട്ടാണ് എന്തിനും പറയുന്ന പാലി മോഡേണിസത്തിൽ ഒക്കെ വന്നിട്ടുള്ളത്. സോറി, ന്യൂ മോഡേണിസത്തിൽ വന്നിട്ടുള്ളത്, പുതിയ കാലഘട്ടത്തിൽ വന്നുള്ളത്. അപ്പോൾ വിത്ത് മോഡേണിസം ഇറ്റ് വാസ് ചാലഞ്ച്ഡ് aesthetic revolution with the in this 19th century. Literary criticism and poetic creation in new phase. അപ്പൊ ഇവിടെ വളരെയധികം മോഡേണിസത്തിന്റെ വരവോട് കൂടിയിട്ട് ഈ എന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ വാല്യൂസിനെയും വളരെയധികം ചലഞ്ച് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയത്. അതുപോലെ നല്ലൊരു 19th സെഞ്ചുറിയോട് കൂടിയിട്ട് ഒരു അത്രയും ഒരു എസ്തെറ്റിക് ട്രഡീഷൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. എസ്തെറ്റിക് ട്രഡീഷൻ പറഞ്ഞാൽ അറിയാലോ എന്താണ് എസ്തെറ്റിക് എന്ന് പറയുമ്പോൾ ഒരു സൗന്ദര്യാത്മകമായിട്ടുള്ള, അതായത് നമുക്ക് ഇമോഷൻസ് ആണെങ്കിലും എന്തിനേയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാനും അവതരിപ്പിക്കാനും ഫ്രീ ആയിട്ട് പിന്നെ അതിനെ എക്സ്പ്രസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു ഈ ഒരു മോഡേണിസത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ലിറ്റററി ക്രിറ്റിസിസം അതുപോലെ തന്നെ പോയറ്റിക് ക്രിയേഷനും ഒക്കെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് മുന്നോട്ട് വന്നത്. പിന്നെ ഒരുപാട് ക്രിട്ടിക്കൽ വർക്ക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്ര പൗണ്ട്, റോബർട്ട് ലോവൽ, ഫിലിപ്പ് ലാർക്കിൻ ഒക്കെ പോസ്റ്റ് മോഡേൺ പീരീഡിൽ വന്നിരുന്ന കാലഘട്ടത്തിൽ വന്നിരുന്ന വർക്കുകളായിരുന്നു ഇവരുടെയൊക്കെ. ഇനി എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോഡേണിസം ആൻഡ് ട്രഡീഷൻ? അപ്പോൾ there was a paradoxical relationship between മോഡേണിസം ആൻഡ് ട്രഡീഷൻ. അപ്പോൾ മോഡേണിസം ട്രഡീഷനും തമ്മിൽ ഒരു പാരഡോക്സിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മോഡേണിസം സീക്സ് ടു ലിബറേറ്റ് ഫ്രം ട്രഡീഷണൽ വാല്യൂസ്, ഐഡിയൽസ് ആൻഡ് കൾച്ചറൽ ഫോം. അപ്പൊ ഇവിടെ ട്രഡീഷണൽ വാല്യൂസിനെയും ഐഡിയൽസിനെയും അതിന്റെ ആ ഒരു ഫോംസിനെയൊക്കെ ലിബറേറ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ രീതിയിലുള്ള പുതിയ ഒരു ഫ്രീഡത്തിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു മോഡേണിസത്തിൽ വന്നിരുന്നത്. അപ്പോൾ there is a resistance to inherited past, a complete break with the past. അപ്പൊ നമുക്കറിയാം ആ വിക്ടോറിയൻ പീരീഡിൽ നിന്നുള്ള ഒരു ചേഞ്ച് ആയിരുന്നു ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് വന്നപ്പോ എന്ന് പറഞ്ഞു, മോഡേണിസത്തിലേക്ക് കടന്നപ്പോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് നമ്മൾക്ക് ട്രഡീഷനിലേക്ക് കിട്ടിപ്പോകുന്ന ആ പാസ്റ്റ് ട്രഡീഷനെ കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ട്രഡീഷനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു മോഡേണിസം. At the same time, there is a return to ancient myths from various culture, religion with despair, loss, etc. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി കുറെ അധികം ആൻഷ്യന്റ് മിത്തോളജി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പല കൾച്ചറിൽ നിന്നുള്ള മിത്തോളജിയുടെ ഭാഗമായിട്ട് ലിറ്ററേച്ചർ കടന്നു വന്നു. ഇപ്പോ അത്തരത്തിലുള്ള സെക്കൻഡ് വേൾഡ് വാറും ഇതൊക്കെ കടന്നു വന്നതിന് ശേഷം അതിന്റെ ഡെസ്പെയറും ലോസ് ഒക്കെ കാണിച്ചുകൊണ്ട് ലിറ്ററേച്ചർ ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി റിലേറ്റഡ് ടു ഈച്ച് അതർ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, കൂടുതലും നമ്മൾ എന്ത് പറഞ്ഞു, ഇതിനകത്ത് വളരെ വലിയൊരു ബ്രേക്കാണ്, അതായത് ട്രഡീഷനിൽ നിന്നുള്ള ഒരു ബ്രേക്കാണ് മോഡേണിസം എന്ന് പറഞ്ഞു എങ്കിലും പിന്നെ ഒരു ആൻഷ്യൻ മിത്തോളജിയും വേരിയസ് കൾച്ചറൽ മിത്തോളജിക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി റിലേറ്റഡ് ടു ഈച്ച് അതർ എന്ന് പറയാനായിട്ട് പറ്റും. ആ ഒരു ഘട്ടത്തിൽ പറയാനായിട്ട് പറ്റും. മോഡേൺ റൈറ്റേഴ്സ് to myth and tradition in search of reality. കാരണം റിയാലിറ്റി തിരഞ്ഞുകൊണ്ട് എന്താണ് what is real, or they they went in search of reality. മോഡേൺ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് മിത്തോളജി അന്വേഷിച്ച് പോയിരുന്ന ഒരു സമയം കൂടെ ആയിരുന്നു ഈ മോഡേൺ പീരീഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് വാട്ട് ഈസ് മോഡേണിസ്റ്റ് പോയട്രി? ഇവിടെ മോഡേണിസ്റ്റ് പോയട്രി എന്താന്ന് പറയുന്നുണ്ട്, അതായത് അതിന്റെ ഒരു ലാംഗ്വേജ് ഇത്രത്തോളം വളരെ ഇമ്പോർട്ടന്റ്, പോയറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. സോ ദി സിൻടാക്സ് മീൻസ് ദി അറേഞ്ച്മെന്റ്സ് ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ടു ക്രിയേറ്റ് എ ലോജിക്കൽ മീനിങ്ഫുൾ സെന്റൻസ്. അപ്പോൾ ദി സിൻടാക്സ് ഇൻ ലിറ്ററേച്ചർ, ദി സിൻടാക്സ് in a sentence is very very important one. The words and phrases and its arrangements are very important to get a meaningful sentence. വളരെ ലോജിക്കൽ ആയിട്ടുള്ള മീനിങ്ഫുൾ ആയിട്ടുള്ള സെന്റൻസ് കിട്ടാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. വേർഡ്സിനെയും ഫ്രേസസിനെയും ഒക്കെ വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന സിൻടാക്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇനി അതുകൊണ്ട് തന്നെ മോഡേൺ പോയട്രിയിൽ വളരെയധികം ആ സിൻടാക്സ് ഉപയോഗിച്ചിരുന്നത് വളരെ ഡിഫറെന്റ് ആയ രീതിയിലാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്.
modern poetry comes close to symbolist poetry. Believe that art should represent absolute truth that could only be described indirectly. ഇവിടെ മോഡേൺ പോയട്രി ഒരു സിംബോളിസ്റ്റ് പോയട്രിയോട് ക്ലോസ് ചെയ്തിട്ടാണ്. സിംബോളിസ്റ്റ് പോയട്രി കഴിഞ്ഞാൽ ആർട്ട് ഒരു അബ്സല്യൂട്ട് ട്രൂത്ത്, അപ്പൊ ഒരു അബ്സല്യൂട്ട് ട്രൂത്ത് അവിടെ പിന്നെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും, അത് എന്താണ് ദാറ്റ് കുഡ് ഓൺലി ബി ഡിസ്ക്രൈബ്ഡ്, അത് ഇൻഡയറക്റ്റ് ആയിട്ട് മാത്രമാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊരു ഒന്നാണ് സിംബോളിക് പോയട്രി എന്ന് പറയുന്നത്. അപ്പോൾ ദേ റോട്ട് ഇൻ മെറ്റഫോറിക്കൽ സജസ്റ്റീവ് ലാംഗ്വേജ്, വളരെ ആലങ്കാരികമായ ലാംഗ്വേജുകളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു സിംബോളിക് മീനിങ് കൊണ്ടുവരുന്ന ഇമേജസ് ഒക്കെയാണ് കൊണ്ടുവന്നിരുന്നത്. Then their purpose was to express the ideal emotion is not described but is shown in a symbolic action or description of a place. ഇവിടെ അവരെ ഒരു ഇമോഷൻസിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് വളരെയധികം വേർഡ്സ് ഉപയോഗിച്ചിട്ടല്ല, പക്ഷെ എങ്കിലും എന്താണ് ഒരു ഇമേജോ ഒബ്ജക്റ്റോ ഉപയോഗിച്ചുകൊണ്ട് ഒരു സിംബോളിക് മീനിങ് കൊണ്ടുവരാനായിട്ട് പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താണ് എഴുത്തുകാർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ഇമേജോ ഒബ്ജക്റ്റോ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഫീലിംഗ് പിന്നെ ആർക്ക് കിട്ടണം, റീഡേഴ്സിന് കിട്ടുന്ന രീതിയിൽ ഉള്ള എഴുത്തായിരുന്നു ഉണ്ടായിരുന്നത്. ലാൻഡ്സ്കേപ്പ് ഈസ് പ്രസന്റ് ത്രൂ ദി ചോയ്സ് ഓഫ് വേർഡ്സ് ആൻഡ് സിൻടാക്സ്. അപ്പോ അതേപോലെ തന്നെ നമ്മൾ ഏത് വേർഡ്സിലൂടെ എഴുതുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന സിൻടാക്സ് ഒക്കെ വെച്ചുകൊണ്ടാണ് ആ ഒരു മീനിങ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് ലാംഗ്വേജിലൂടെ കിട്ടുക. അപ്പം ഇത്തരം ഇതിലൂടെ ലാൻഡ്സ്കേപ്പ് നമുക്ക് പ്രസന്റ് ആയിട്ട് കിട്ടും. അതിനായത് നമ്മളെ ഒരു കാര്യം ഡിസ്ക്രൈബ് ചെയ്ത് പറയുമ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷനിലൂടെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ തെളിഞ്ഞു വരുന്ന രീതിയിലുള്ള എഴുത്തുകൾ. T.S. Eliot calls it objective correlative. അതിനെയാണ് T.S. Eliot ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത്. കാരണം ഇറ്റ് ഓൾസോ എക്സ്പ്രസ് ഇമോഷൻസ് ത്രൂ എ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ്, സിറ്റുവേഷൻസ്, ചെയിൻ ഓഫ് ഇവന്റ്സ്. അതായത് ഒരുപാട് ഇവന്റ്സിന്റെ ചെയിൻ, ഒരുപാട് ഇവന്റ്സിനെ കൊണ്ടുവരിക, അതും അല്ലെങ്കിൽ കുറെ സിറ്റുവേഷൻസോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഒബ്ജക്ട്സോ ഒക്കെ വെച്ചുകൊണ്ട് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയാണ് പറയുന്നത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നുള്ള ഒരു മെത്തേഡിലൂടെ എഴുത്തുകൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ പറയുന്നത് ഒരാൾ ഡെസ്പെയർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പിന്നെ അത്തരം ഒബ്ജക്റ്റീവായിട്ട് അതിനെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. കുറച്ച് സിറ്റുവേഷൻസ് അതിലൂടെ കൊണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരാള് വളരെയധികം ഡിപ്രസ്ഡ് ആണ്, മൂഡിയാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു കറുത്ത ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുക്കുക. ആ ഒരു ബാക്ക്ഗ്രൗണ്ടില് എന്താണ് പിന്നെ വളരെ മൂഡി ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത്തരം ഒരു സിറ്റുവേഷൻസ് കൊണ്ടുവരുമ്പോൾ അതിനെന്ത് വേണ്ട, അത് വേർഡ്സിന്റെ ഒരുപാട് ആലങ്കാരികത അവിടെ ആവശ്യമില്ല ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. Then they focuses on intensity rather than on meaning. അപ്പൊ ആ ഒരു ഇമോഷൻസിന്റെ ഇന്റൻസിറ്റിയാണ് ഏറ്റവും കൂടുതലായിട്ട് പിന്നെ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഇന്റൻസിറ്റിയിലാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വളരെ എക്സ്പ്രസീവ് ആയിരുന്നു അവരുടെ ലാംഗ്വേജ്. അപ്പോ അതിനുള്ളൊരു എക്സാമ്പിൾ ആയിട്ട് T.S. Eliotന്റെ വേസ്റ്റ് ലാൻഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. ദി പോയം റിഫ്ലെക്ട്സ് ദി സ്റ്റേറ്റ് ഓഫ് പേഴ്സണൽ ഡിപ്രഷൻ. അതേപോലെ തന്നെ എന്താണ് പേഴ്സണൽ ഡിപ്രഷനെ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അതിനെ റിഫ്ലക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ദി റിച്ച് ഡിസോർഗനൈസേഷൻ ഇൻഡെക്സ് ഓഫ് മോഡേൺ പ്ലൈറ്റ് സ്റ്റേറ്റ് ഓഫ് സൊസൈറ്റി ഇൻ മോഡേൺ ടൈം. അപ്പൊ ഇവിടെ എന്താണ് ഓരോ രീതിയിലും ആ ഒരു മോഡേൺ ടൈമിലുള്ള ആ ഒരു ചേഞ്ചസും അതുപോലെ തന്നെ സൊസൈറ്റിയുടെ സ്റ്റേറ്റ് ഒക്കെ വളരെ നല്ല രീതിയിൽ കാണിച്ചു തരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ ഇതൊക്കെയാണ് മോഡേണിസ്റ്റ് പോയിന്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് മോഡേണിസ്റ്റ് പോയട്രീന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതും, മോഡേണിസത്തിന് 2 ഫേസസ്, അതായത് പാലിയോ മോഡേണിസം, ന്യൂ മോഡേണിസം എന്താണ് എന്നുള്ളതും, അതിന്റെ ആ ഒരു ട്രഡീഷൻ തമ്മിലുള്ള മോഡേണിസം ട്രഡീഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിലൂടെ പഠിച്ചത്. അതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.